വിശ്വാസിയാണെങ്കിൽ ഈമാനുള്ളവനാണോ അവന്റെ ജീവിതത്തിൽ ഈ 7 പാപങ്ങൾ ഉണ്ടാവാൻ പാടില്ല. പാപങ്ങൾ സ്വാഭാവികമാണ്. പാപം ചെയ്യാത്തവരാരുമില്ല. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ കൈവങ്ങാനുള്ള ആളുകൾ വളരെ ചുരുക്കമാണ്. ചില ആളുകൾ പറയും ആ ചെറുപ്പക്കാർ മുഴുവനും വഴിപടച്ചു പോയി, ചെറുപ്പക്കാർ മുഴുവൻ മോശമാണ്. എന്നാ കളവന്മാരോ എല്ലായിടത്തും വേണ്ട ചെറുപ്പക്കാര് വഴിപടച്ചു എന്നാണ്. വൃദ്ധന്മാരോ നല്ലവരാ. പാപം ചെയ്യുന്ന കാര്യത്തിൽ പ്രായത്തിന്റെ വ്യത്യാസമൊന്നുമില്ല. പിശാച് ആരെയൊക്കെ സ്വാധീനിക്കുന്നു അവനൊക്കെ പാപത്തിലോട്ട് കടന്നു പോകും. അത് വൃദ്ധനാവട്ടെ യുവാവാവട്ടെ എല്ലാവരും ഒരുപോലെയാണ്. എത്രയോ നല്ല യുവാക്കളുണ്ട്, എത്രയോ നല്ല വൃദ്ധന്മാരുണ്ട്. അതുകൊണ്ട് പ്രായമല്ല പിശാചവനെ സ്വാധീനിക്കുന്നതാണ് പ്രശ്നം. ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കട്ടെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അള്ളാഹുവിലും അതിന്റെ ദിനത്തിലും വിശ്വസിക്കുന്നവളാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി പറയാൻ പോകുന്ന 7 പാപങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാനേ പാടില്ല. അള്ളാഹു നമ്മൾ അതിൽ നിന്ന് കാക്കട്ടെ. ആ പാപം തൗബ ചെയ്താൽ പോലും സ്വീകരിക്കില്ല എന്ന് പറയുന്ന മഹാന്മാരുണ്ട്. ഉലമാക്കളുടെ അഭിപ്രായത്തിൽ തൗബ കൊണ്ട് പോലും ചിലപ്പോൾ സ്വീകരിക്കപ്പെടില്ല എന്ന അഭിപ്രായപ്പെട്ട മസലയല്ല എന്ന് അഭിപ്രായപ്പെട്ട ഇതിന്റെ ഗൗരവത്തെ കുറിച്ച് പറയാൻ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ആ 7 പാപങ്ങളാണ് നമ്മൾ ഇന്ന് പറയാ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിൽ നിന്ന് ഒഴിവായി നിൽക്കാനുള്ള ഒരു വലിയ ഈമാന്റെ കാവൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1, ഇമാം ബുഖാരി റളിയല്ലാഹു തആല റിവായത്ത് ചെയ്യുന്ന മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിവായത്ത് ചെയ്യുന്ന ഹദീസ്. عن أبي هريرة رضي الله تعالى عنه عن النبي صلى الله عليه وسلم قال അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇജ്തനിബുസ് സബഅൽ മുബിഖാത്ത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ 7 വൻപാപങ്ങളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തണേ. മരിക്കുന്നത് വരെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ ഈ പാപം നിങ്ങൾ ചെയ്യാൻ പാടില്ല. അതിലൊന്നാമത്തെ ഏറ്റവും വൻപാതകത്തിൽപ്പെട്ട തെറ്റുകളിൽ ഏറ്റവും വലിയ തെറ്റേതാ? ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിനോട് പങ്കു ചേർക്കുക. ഏകനായ റബ്ബിനോട് ശിർക്ക് വെക്കുക. ഏകനായ ഖത്താറായ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആരാധനയിൽ പങ്കു ചേർക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഏറ്റവും പ്രധാനപ്പെട്ട 7 പാപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൗബ ചെയ്താൽ പോലും അല്ലാഹു സ്വീകരിക്കാത്ത പാപമാണ് ഏകനായ അല്ലാഹുവിനോട് പങ്കു ചേർക്കുക. അശ്ശിർക്കു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞുതരാ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു പറയാ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. ഏകനായ നിന്നെ സൃഷ്ടിച്ചാ, നിന്നെ പടച്ചാ, നിനക്ക് ഭക്ഷണം തന്നാ, നിനക്ക് ആരോഗ്യം തന്നാ, നിനക്ക് ഭാര്യയെ തന്ന്, നിനക്ക് മക്കളെ തന്നാ, നീ ചോദിക്കാതെ തന്നെ നിനക്ക് ആവശ്യമുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു തന്ന നിന്റെ അല്ലാഹുവിനോട് ആരാധനയിൽ പങ്കു ചേർത്താൽ ഏത് പാപം ചെയ്താലും അല്ലാഹു പുറത്തു മാപ്പാൻ തരും. വ്യഭിചരിച്ചാൽ തൗബ ചെയ്താലും മാപ്പാക്കി തരും. മദ്യപാനി തൗബ ചെയ്താലും മാപ്പ് കിട്ടും. പക്ഷേ അല്ലാഹുവിനോട് പങ്കു ചേർത്താൽ, എന്റെ വഹദാനിയത്തിനോട് പങ്കു ചേർത്താൽ, എന്റെ റുബൂബിയത്തിനോടും എന്റെ വഹദാനിയത്തിനോടും നിങ്ങൾ പങ്കാളികളെ ചേർത്താൽ അത് ഞാൻ നിങ്ങൾക്ക് പുറത്തു തരില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു ഏത് പാപവും ഉദ്ദേശിച്ചാൽ പുറത്തു മാപ്പാക്കി തരും. പക്ഷേ ശിർക്ക് മാത്രം അല്ലാഹു പൊറുക്കില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്തിനാ സഹോദരങ്ങളെ പണച്ചെറുപ്പിനോട് നമ്മൾ പങ്കു ചേർക്കുന്നത്? എന്തിനാ? ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് മക്കളെ തന്നതാരാ? നിനക്ക് ഭാര്യയെ തന്നതാരാ? നിനക്ക് ആഹാരം തന്നതാരാ? നിനക്ക് ഭക്ഷണം തന്നതാരാ? നിനക്ക് ആരോഗ്യം തന്നതാരാ? വൈദാ മരിൽതു ഫഹുവ യശ്ഫീ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ വല്ലദീ ഹുവ യുതൈമുനി വയസ്കീ വഇദാ മരിൽതു ഫഹുവ യശ്ഫീ. എനിക്ക്
രോഗം വന്നാൽ എനിക്ക് രോഗത്തിന് ശിഫ നൽകുന്ന, എനിക്ക് വെള്ളം കുടിക്കാൻ തരുന്ന, എനിക്ക് കഴിക്കാൻ ആവശ്യാനുസരണം ഭക്ഷണം നൽകുന്ന എന്റെ പിന്നെ എന്തിനാണ് അല്ലാഹു അല്ലാത്ത മറ്റൊന്നിലേക്ക് ഞാൻ എന്റെ ചിന്തയെ തിരിക്കുന്നത്? ഇന്ന് നമ്മുടെ ഇടയിൽ എത്രയോ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളുമാണ് നടമാടുക. അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധമില്ല, അല്ലാഹുവിനുള്ള വിശ്വാസമില്ല. ലോകത്തിന്റെ പണമുണ്ടാക്കാൻ ഏതൊക്കെ ശിർക്കിന്റെ വഴികളാണ് നമ്മൾ തേടുന്നത്. ആർക്കും എന്നോട് പരാതിയും പരിഭവവും തോന്നരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെട്ടെന്ന് പണക്കാരനാവാൻ, പെട്ടെന്ന് സമ്പന്നനാവാൻ ഏതൊക്കെ വഴികളാ മോനെ? ലോകത്തിലെ ഏറ്റവും വലിയ ഖജനാവാരുടേതാ? ആകാശഭൂമികൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഖജനാവന്റെ റബ്ബിന്റേതാ. ആ ഖജനാവിൽ നിന്ന് അവൻ എനിക്ക് തന്നാൽ അവനെ ചോദ്യം ചെയ്യാൻ ഒരാളുമില്ല. അതുകൊണ്ട് അല്ലാഹുവേ, അല്ലാഹുവേ, ഞാൻ എന്റെ ഖജനാവിന്റെ മുമ്പിലാണ് ഞാൻ ചോദിക്കുന്നത്. ഏറ്റവും വലിയ ഖജനാവാരുടെ ഖജനാ അല്ലാഹുവിന്റെ ഖജനാവാൻ. ആ ഖജനാവുണ്ടാകുമ്പോ അല്ലാഹു അല്ലാത്തതിലേക്ക് നമ്മൾ എന്തിനാ ഖജനാവിന്റെ സൂക്ഷിപ്പിന് വേണ്ടി പോവുക? ഇന്ന് നമ്മുടെ നാട്ടിൽ നടമാടുന്ന ഏതൊക്കെ അനാചാരങ്ങളാണ്, ശിർക്കിൻ വഴികൾ ഏതൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ളത്? രാവിലെ ടിവിയുടെ മുമ്പിൽ പോയിരുന്നാൽ ഒരമണിക്കൂർ പരസ്യമുണ്ട് ഇപ്പൊ എല്ലാ ചാനലിലും. ഈ മോതിരം വിരലുമയിട്ടാൽ 10 ദിവസം കൊണ്ട് നിങ്ങൾ ലക്ഷാധിപതിയാവും. ഈ കല്ലെടുത്തിട്ട് നിങ്ങൾ കഴുത്തുമ്മേ കെട്ടിയാൽ 7 ദിവസം കൊണ്ട് നിങ്ങൾ കോടിപതിയാവും. ഈ പൂജിച്ച സാധനം എടുത്തിട്ട് അരേ കെട്ടിയാൽ നിങ്ങളുടെ പെറാത്ത പെണ്ണ് പ്രസവിക്കും. ഈ ഏലത്തെടുത്തിട്ട് കഴുത്തുമ്മേ കെട്ടിയാൽ നീ ഒരാഴ്ച കൊണ്ട് കോടീശ്വരനാവും. എന്നാ പിന്നെ ഇത് ഉണ്ടാക്കിയ ചങ്ങാതിക്ക് എലി കെട്ടിയാൽ പോരായിരുന്നു. ഈ എലി കെട്ടിയാലും മാന്ത്രിക ഏലസ് എലിയിൽ അരേല് കെട്ടിയാൽ ഒരാഴ്ച കൊണ്ട് കോടീശ്വരനാകുമെങ്കിൽ ആദ്യം കെട്ടേണ്ടതാരാ? പറ മനുഷ്യന്മാരെ, അത് ആദ്യം കെട്ടിയിട്ട് കോടീശ്വരനാവേണ്ടതാരാ? അത് ഉണ്ടാക്കിയവനല്ലേ അരേ കെട്ടിയിട്ട് കോടീശ്വരനാവേണ്ടത്? ഇതുപോലും ചിന്തിക്കാൻ അറിയാത്ത പച്ച പൊട്ടികളെ നിങ്ങളല്ലേ മണിയോടൊന്ന് പൈസയും കൊടുത്തിട്ട് കാത്തിരുന്നത്? ഈ നേരൊക്കെ അന്ധവിശ്വാസങ്ങൾ. ക്യാൻസർ വന്നു, ട്യൂമർ വന്നു, വീട്ടില് സമാധാനമില്ല, പ്രയാസമാണ്. ഏറ്റവും പോയിരുന്നിട്ട് അതിജീവനകലയുടെ ആചാര്യന്റെ മുമ്പിൽ പോയി ഭസ്മാസനത്തിലിരുന്നിട്ട് ശ്വാസം മേപ്പോട്ട് വലിച്ചു വിട്ടിട്ട് ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ. എവിടെയാ സമാധാനം? എവിടെയാ സമാധാനം? വീട്ടില് സമാധാനമില്ല, വീട്ടിൽ അസ്വസ്ഥതയാണ്, വീട്ടിൽ പ്രയാസങ്ങളാണ്, അത് മാറുന്നില്ല. ആൾ രൂപങ്ങളുടെയും ആൾ ദൈവങ്ങളുടെയും മുമ്പിൽ പോയി അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്ന ചിതലരിച്ച വിശ്വാസത്തിന്റെ അടിമകളെ അള്ളാഹു പുറത്തു തരില്ല, അള്ളാഹു പുറത്തു തരില്ല, അള്ളാഹു പുറത്തു തരില്ല. അള്ളാഹു അല്ലാത്ത ആരാധനകൾ പങ്കുചേർത്താൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിനക്കേത് വേദനയുണ്ടായാലും, നിനക്കേത് പ്രയാസം ഉണ്ടായാലും, നിനക്കേത് ബുദ്ധിമുട്ടുണ്ടായാലും നീ നിന്റെ വേവലാതിയും ആവലാതിയും പറയേണ്ടതാരോടാ? എന്നെന്റെ പ്രിയപ്പെട്ട സ്ത്രീ സമൂഹങ്ങൾ മുഴുവനെ ശിർക്കിലേക്ക് പോലും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാമിൽ നിന്ന് നമ്മളെ വെളിയിലാക്കുന്ന ആചാരങ്ങൾ പോലും നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ നില നടമാടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആൻ ആദ്യമായി പൊറുക്കില്ല എന്ന് പറഞ്ഞ 7 വൻവാദങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പാതകമാണ് ശിർക്ക് ബില്ലാഹ്. ഏകനായ അള്ളാഹുവിനോട് പങ്കുവെക്കുക. നിങ്ങൾക്കറിയുമല്ലോ, മഹദിയായ മറിയം റളിയല്ലാഹു തആല അൻഹ പറയുമ്പോൾ എനിക്ക് ഏറെ പറയാനുണ്ട്. ആരാരും കടന്നു വരാത്ത പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ നിറഗർഭിണിയായ മറിയം റളിയല്ലാഹു തആല അൻഹ പ്രസവത്തിന് വേണ്ടി പോകുമ്പോ പ്രസവ വേദന കൊണ്ടവരെ നിലവിളിക്കുമ്പോ വല്ലാതെ വേദന വന്നിട്ട് പ്രസവ വേദന മരണത്തിന് സമാനമായ വേദന വന്ന് നിലവിളിക്കുമ്പോ ഒരു മനുഷ്യത്തിന്റെ മരണത്തിന് സമാനമായ വേദന അനുഭവിക്കുമ്പോ മറിയം ബീവി പറഞ്ഞ വാക്കേതാ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹുവേ, മരണത്തിന് സമാനമായ വേദന വരുമ്പോ ഈ മരുഭൂമിയിൽ കിടന്ന് മറിയമൊന്നും മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ. ഈ വേദന എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അല്ലാഹ്.
പടച്ചവനെ പ്രസവിക്കാൻ നേരത്തുള്ളൊരു വേദന ഒരു പെണ്ണിനറിയാമല്ലോ. അല്ലാ എന്ന് നിലവിളിക്കുന്ന ഉമ്മ എന്ന് മനസ്സുകൊണ്ട് നിലവിളിക്കുന്ന സമയത്ത് പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുപ്പറമ്പിൽ ചുറ്റുപടുത്ത് കിടക്കുന്ന മണൽ തരികളുടെ ചൂടല്ലാതെ ഒരു ഈത്തപ്പന മരത്തിന്റെ കരിഞ്ഞുണങ്ങിയ അവശിഷ്ടമല്ലാതെ മറ്റൊന്നുമില്ലാത്ത മരുഭൂമില് മറിയം ബീവി ഗതികെട്ടി വിളിക്കുകയാ. എങ്ങനെയാ ഗതികെട്ടി വിളിക്കുന്നത്? അള്ളാഹു ചോദിക്കുകയാ, അമ്മയുജീബ് മുളുത്തറ ഇദാ ദആ. ഗതിമുട്ടിയൻ വിളിച്ചാൽ വിളി കേൾക്കാൻ ഞാനല്ലാതെ മറ്റാരാ ഉള്ളത്? ആരാ ചോദിക്കുന്നതും ബാക്കവിയുടെ വകയുള്ള ഖുർആനാണ്. അമ്മയുജീബ് മുളുത്തറ ഇദാ ദആ. ഗതി മുട്ടിക്കടിയുമ്പോ അല്ലാഹ് വിളിച്ചു ചോദിച്ചാൽ ആ സമയത്ത് വിളി കേൾക്കാൻ ഞാനാണ്, നിനക്ക് മറ്റാരാണുള്ളത്? അറിവില്ലാത്ത മരുഭൂമിയിൽ ഗതി കെട്ടപ്പോ മറിയം റളിയല്ലാഹു തആല പറഞ്ഞു പോയി, അല്ലാഹുവേ പടച്ചവനെ വേദന സഹിക്കാൻ കഴിയുന്നില്ല അല്ലാഹ്. യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ വകുനതു നസിയം മനസിയാ. ഈ നിന്നിപ്പിന് മരുഭൂമിയിൽ കിടന്ന് മറിയം ഇപ്പൊ തന്നെ മരിച്ചാൽ കൊള്ളാമായിരുന്നല്ലോ അല്ലാ. മരണത്തെ പോലും ആഗ്രഹിക്കുന്ന രീതിയിൽ ഗതിമുട്ടിയപ്പോ മറിയം ബീവി വിളിച്ച സമയത്ത് മറുപടി കൊടുത്തതാരാ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, ആ സമയത്ത് ഫനാദാഹാ മിന തഹ്തിഹാ അല്ലാ തഹ്സനീ ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയാ. فناداها من تحتها ألا تحزني. ആ സമയത്ത് രസരീതി കേട്ടു മറിയമേ, അല്ലാ തഹ്സനീ, നീ ദുഃഖിക്കണ മറിയമേ, ഞാനല്ലേ നിന്റെ കൂടെയുള്ളത്. ആരാ വിളിക്കുന്നത്? ദുഃഖം വരുമ്പോ, പ്രയാസം വരുമ്പോ, ആദി വരുമ്പോ, വ്യാധി വരുമ്പോ, കണ്ണീര് വരുമ്പോ, സങ്കടം വരുമ്പോ, പ്രയാസം വരുമ്പോ, പ്രതിബന്ധം വരുമ്പോ, ആ സമയത്ത് നമ്മുടെ ഹൃദയം നോവുന്ന സമയത്ത് നമ്മളോട് ആശ്വാസത്തിന്റെ വരദസ് പറയാ ആരാ പറയുന്നത്? അല്ലാഹു പറയാ, അല്ലാ തഹ്സനീ, ദുഃഖിക്കണ്ട മറിയമേ, ദുഃഖിക്കണ്ട മറിയമേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവിനോട് നമുക്കത്ര അടുപ്പമുണ്ടെങ്കിൽ അവനാണ് സഹായിയാ നമുക്കുള്ളതെങ്കിൽ വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. സത്യവിശ്വാസികളെ സഹായിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തതാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരോട് സഹായം ചെയ്യാൻ അല്ലാഹു കാത്തിരിക്കുമ്പോ, മോനെ സിറിയ നമ്മെ ബുദ്ധിമുട്ടുന്നില്ല, റോഹിംഗ്യ നമ്മെ അലോസരപ്പെടുന്നില്ല, കാശ്മീർ നമ്മളെ ഭയപ്പെടുത്തുന്നില്ല, ഗുജറാത്ത് നമ്മളെ വേവലാതിപ്പെടുത്തുന്നില്ല, അധികാരത്തിന്റെ അടയാളങ്ങൾ നമുക്ക് അസ്വസ്ഥരാക്കുന്നില്ല. കാരണം അധികാരത്തിലിരുന്നിട്ട് ന്യൂനപക്ഷത്തിന് പേര് കിട്ട് കയറുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, നമ്മളെ ആരും അലോസരപ്പെടുത്തണ്ട. കാരണം എന്താ? എപ്പോഴും ന്യൂനപക്ഷത്തെ സഹായിച്ച റബ്ബല്ലേ നമ്മുടെ കൂടെയുള്ളത്. അപരകത്തിന്റെ ആനപ്പട കൈബാലയത്തെ തകർക്കാമെന്നപ്പോ അപരകത്തിന്റെ ആനപ്പടയുടെ മസ്തകത്തിലേക്ക് വെട്ടുവിളികളുടെ കൈയെടുക്കുന്ന ചെറിയ കല്ലുകൾ കൊണ്ട് ആനയുടെ മസ്തകത്തെ തകർത്തെറിഞ്ഞ പടച്ച റബ്ബില്ലേ. ഐനല്ലിലാഹു വല്ലിലാഹു താലിബു വല്ലറനമുൽ മഗ്ലൂബു ലൈസൽ ഗാലിബു. വെട്ടുകളികളുടെ കയ്യിലൊതുങ്ങി നിൽക്കുന്ന ചരൽക്കല്ല് മസ്തകത്തിൽ പതിച്ചിട്ട് അബ്രഹത്തിന്റെ ആനപ്പടം മക്കയിലൂടെ ഓടുന്നത് കണ്ടപ്പോ മക്കയിലെ തെരുവ് കുട്ടികൾ ഓടിപ്പറം പരിഹസിച്ചുകൊണ്ട് പാട്ടുപാടിയത്രേ. ഈ ആനകൾ ഓടുന്നത് കണ്ടപ്പോ ചെറിയ കുരുവികളുടെ കൈയെടുക്കുന്ന കല്ല് താഴെ വീണിട്ട് ആനപ്പടം ഓടുന്നത് കണ്ടപ്പോ ആ മക്കയിലെ ചെറുപ്പക്കാരായ തെരുവ് കുട്ടികൾ പരിഹസിച്ചിട്ട് പാട്ടുപാടിയില്ല മുഅ്മിനേ. ഐനല്ലിലാഹു വല്ലിലാഹു താലിബു വല്ലറനമുൽ മഗ്ലൂബു ലൈസൽ ഗാലിബു. മൂക്കില്ലാത്ത മുറിമൂക്കന്റെ അതാവ് ഓടിപ്പോവുകയാ. അബ്രഹത്തിന്റെ മൂക്കിനൊരു മുറിവുണ്ടായിരുന്നത്രേ. ആ മുറിമൂക്കന്റെ അതാവ് ഓടിപ്പോകുന്നതെന്ന് മക്കയിലെ തെരുവിലെ കുട്ടികൾ പാടുന്ന രീതിയിൽ കൈബാലയത്തെ സംരക്ഷിച്ച തമ്പുരാ നമ്മുടെ ചാരത്തിരിക്കുമ്പോ എന്തേ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ സംരക്ഷണമല്ലേ
അവനല്ലേ സംരക്ഷകൻ. അവൻ ഇസ്ലാമിന്റെ കരുതുന്ന ഫറോവയുടെ കയ്യിൽ നിന്ന് ഇസ്ലാമിനെ സംരക്ഷിച്ച അല്ലാഹ്, ശദ്ദാദിന്റെ കയ്യിൽ നിന്ന് ഇസ്ലാമിനെ ലോകത്തോട്ട് സംഭവിപ്പിച്ച അല്ലാഹ്, അബൂജഹലിനെയും ഉത്ബത്തിനെയും ശൈബത്തിന്റെയും പവനിന്റെ കിണറ്റുകളിലേക്ക് വലിച്ചെറിഞ്ഞ അല്ലാഹ്, ഒരു കാലത്ത് അഫ്ഗാനിലേക്ക്, ഒരു കാലത്ത് റഷ്യൻ ചെമ്പട്ടയുടെ അധിനിവേശത്തിൽ നിന്ന് തസ്ബീഹ് മാലകളെ കയ്യിൽ പിടിച്ചിട്ട് തീർത്തു നിന്ന അഫ്ഗാൻ മുസ്ലിമീങ്ങൾക്ക് വിജയം കൊടുത്ത അല്ലാഹ്, താത്താരികളുടെ പട്ടാളം വന്നിട്ട് ചെങ്കിസ് ഖാൻ തകർത്തെറിയാൻ ആഗ്രഹിച്ചപ്പോ തകർത്തെറിയാൻ ആഗ്രഹിച്ച കുടുംബത്തിൽ നിന്ന് ചെങ്കിസ് ഖാന്റെ മകന് സത്യവിശ്വാസം കൊടുത്തിട്ട് ഇറാഖിന്റെ മണ്ണിൽ ഇസ്ലാമിനെ പുനർജീവിപ്പിച്ച അല്ലാഹ്, ജോർജ് ബുഷും ടോണി ബ്ലെയറും ഏരിയൽ ഷെറോണും ബെഞ്ചമിൻ നെതന്യാഹുവും ആദ്യം ശ്രമിച്ചിട്ടും ഇന്നും 948 മുതൽ ഒരു ലോകരാഷ്ട്രത്തിന്റെ കഴുകൻ കണ്ണുകളുടെ മുമ്പിൽ പ്രതിരോധത്തിന്റെ അഗ്നിനാമ്പുകൾ കൊണ്ട് ഈ ചവണയിലെ കല്ലുകൊണ്ട് പിടിച്ചു നിന്ന ഫലസ്തീനെ ഇപ്പോഴും നിലനിർത്തുന്ന അല്ലാഹ് മരിച്ചിട്ടില്ല മോനെ. ഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. എന്റെ റബ്ബിന് മരണമില്ല, എന്റെ റബ്ബിന് അവസാനമില്ല, അവന്റെ ആസ്തിക്യത്തിനൊരു തുടക്കമില്ല, അവന്റെ ശേഷിപ്പിനൊരു അവസാനവുമില്ല. അതുകൊണ്ട് അല്ലാഹു ചോദിക്കുകയാ, ഏത് സമയത്ത് ഗതിമുട്ടിയാലും അമ്മയുജീബുൽ മുദ്ദറ ഇദാ ദആ, ഗതിമുട്ടിയവൻ വിളിച്ചാൽ ആ സമയത്ത് മറുപടി തരാൻ ഞാനില്ലയോ? അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൗമി ലിൽ ഇത്ലാഖി. ഏത് സമയത്ത് നീ ഗതിമുട്ടിയാലും, നീ ചോദിച്ചാൽ, നീ വിളിച്ചാൽ നിനക്ക് ആശ്വാസം തരാൻ ഞാനില്ലേ? പിന്നെന്തിനാ വേറൊരാളുടെ ആവശ്യമുണ്ടോ? അല്ലാഹു മദി അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അടിമയ്ക്ക് അല്ലാഹു പോലെ, അവനേക്കാൾ വലുത് പിന്നെ വേറെ ആരാ?